ഈ വെനസ്വേലയിൽ ബന്ധമുള്ള ഒരു എണ്ണക്കപ്പൽ ഈ അമേരിക്കൻ സേന പിടിച്ചെടുത്തുന്ന വാർത്ത വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇന്റർനാഷണൽ ശ്രദ്ധ നേടുന്നുണ്ടല്ലോ. മാത്രമല്ല ഈ അമേരിക്കയുടെ ഈ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ സഹകരിക്കാൻ പാടില്ലെന്ന് ചൈന അറബ് രാജ്യം കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ ഡെവലപ്മെൻ്റാണ്. കാര്യം ചൈനയെ കൂടെ നിർത്താൻ ഈ ഡൊണാൾഡ് ട്രംപ് കുറച്ചു കാലമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചൈന കാര്യം വന്നപ്പോൾ അവർ പാലം വലിച്ചു. ഈ വെനുൻസലൻ പ്രസിഡന്റ് നിക്കോളായി മഡുറോയെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയി അമേരിക്കയിൽ ജയിലിലിട്ടിരിക്കുകയാണ് ട്രംപ്. എന്നിട്ട് കലി തീരുന്നില്ല എന്ന് മാത്രമല്ല, വെനുൻസുലയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾ ഒന്നിനു പിറകെ ഒന്നായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തില് വെറോണിക്ക 3 എന്ന എണ്ണക്കപ്പൽ, അത് വെനുൻസുലയായിട്ട് ബന്ധമുള്ളതാണ്. പനാമയുടെ ഫ്ലാഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കപ്പലിൽ അമേരിക്കൻ സേന ഈ മണിക്കൂറുകളിൽ കയറിയിരിക്കുന്നു, അത് പിടികൂടിയിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ ചെയ്തുകൊണ്ട് അമേരിക്കയും ട്രംപും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ആരുമില്ല. നേരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയും ചൈനയും ഒക്കെയാണ്. അവര് എന്തോ തന്ത്രപരമായിട്ട് മൗനം പാലിക്കാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് റഷ്യക്ക് ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, സാമ്പത്തികമായ ഉപരോധങ്ങളുണ്ട്. ഇനി അമേരിക്കയുടെ ഇതിന്റെ പേരിൽ ഏറ്റുമുട്ടാൻ പോകാൻ റഷ്യക്ക് താല്പര്യമില്ല. പക്ഷേ ഈ മണിക്കൂറുകളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്, ഈ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്താനായി സൗദി അറേബ്യയുടെയും UAEയുടെയും എയറോസ്പേസ് അവിടുത്തെ താവളങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് എതിരാളികളായിട്ടുള്ള സൗദി അറേബ്യയും അതുപോലെ തന്നെ UAEയും പറഞ്ഞതിന് പിന്നിൽ ചൈനയാണ് എന്നുള്ള വാർത്ത വരുന്നത്. കാരണം ചൈനയ്ക്ക് വലിയ വ്യാപാര താല്പര്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങളിൽ. ചൈന പറഞ്ഞത് ചെയ്യരുത്, കാരണം ചൈനയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്. കാരണം 80% വെനുൻസുല എണ്ണ പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. പക്ഷേ അത് അമേരിക്കയുടെ ബാക്ക് യാർഡ് ആയതുകൊണ്ട് ചൈന വലിയ ഇതിന് പോയില്ല. പക്ഷേ ഇറാനുമായി യുദ്ധം വന്ന ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്നെ എണ്ണ കിട്ടുന്നത് ചൈനയ്ക്ക്. അതുകൊണ്ട് ഇനി ഇറാന് കൂടി ആക്രമിച്ചാൽ ചൈനയുടെ എണ്ണ ലഭിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പ്രശ്നമാവും. ഇത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കടലിടുക്കിലൂടെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ്. ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, അറബ് രാജ്യങ്ങൾ മൗനം പാലിക്കുന്നു. അമേരിക്ക 2 യുദ്ധക്കപ്പലുകൾ വെച്ചുകൊണ്ടാണ് ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാം ലിങ്കനിൽ 90 വിമാനങ്ങളുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡിൽ 75 യുദ്ധവിമാനങ്ങളുണ്ട്. ഇത് വെച്ച് ഇറാനെ ആക്രമിക്കാനാണ് നോക്കുന്നത്. ജനീവയിൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാനെ ആക്രമിക്കാൻ പോയാൽ വെനുൻസുലയുടെ അവസ്ഥയായിരിക്കില്ല. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ചൈനയുടെ മുന്നറിയിപ്പിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.